ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. മത്തി കിട്ടിയിട്ടുണ്ട്, അതുപോലെ നത്തല്. നത്തല് എന്ന് പറയും, കൂപ്പാന്നും പറയും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തി ഞാൻ മുറിച്ച് ക്ലീൻ ആക്കി. പിന്നെ ബാക്കി അമ്മ നത്തല് മുറിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ അത് ഏറ്റെടുത്ത്. കാരണം വാവ എണീറ്റു. വാവ ഉറങ്ങിയ സമയത്താണ് രണ്ടാളും കൂടി പണി ഒപ്പിച്ചത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഓൾ എണീറ്റു. പിന്നെ അതുകൊണ്ട് അമ്മ അവളെ എടുത്തിട്ട് പോയി. പിന്നെ ബാക്കി ഞാൻ ക്ലീൻ ചെയ്യുവാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഒന്ന് ക്ലീൻ ആക്കാം, ഒന്ന് തുടക്കലും, അതുപോലെ അടിച്ച വാരി തുടക്കല്, അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. രാവിലത്തെ ഉറക്കൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ചു നേരെ ഉറങ്ങൂലൂ. ഏട്ടൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞപാട് ഓളം ഉറങ്ങും കുറച്ചു നേരം. പിന്നെ എണീറ്റിട്ടാകുമ്പോൾ ഇങ്ങനെ കുറുക്ക് കൊടുക്കും. കുറുക്കുകളും കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കുറച്ചു നേരം അങ്ങനെ ഉറങ്ങിക്കോളും. ഒരു 11:30-12 മണി വരെയെല്ലാം നല്ല രീതിയിൽ ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ആ സമയത്താണ് പ്ലാൻ ചെയ്ത് അടിച്ചുവാരി വേഗം ഒന്ന് തുടക്കണം എന്നെല്ലാം. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു ടൈം കിട്ടൂല. നമുക്ക് ഇപ്പം ഭാവി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ടൈമും ഒന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓള് നല്ല മൂഡിൽ നല്ല വൃത്തിയിൽ ഉറങ്ങണം. അപ്പൊ പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ പണിയെല്ലാം റെഡി ആക്കണം. എല്ലാം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പിന്നെ രാവിലത്തെ പരിപാടിയാണെന്ന്. അല്ല, ഇപ്പം വൈകുന്നേരം ആയിട്ടാ. ഞാൻ പറഞ്ഞില്ല, മോള് ഉറങ്ങിയിട്ടെല്ലാം കിട്ടണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ ഓള് ഉറങ്ങിയിട്ടേ ഇല്ല. ഇങ്ങനെ ഓളെയും കൊണ്ട് കുറേ നേരമായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരത്തെ പണിയെല്ലാം തുടങ്ങിയ സമയത്താണ് ഞാൻ പിന്നെ വേഗം ക്ലീനിങ്ങിന് തുടങ്ങി. അപ്പോൾ മുകളിലും താഴെയെല്ലാം അടിച്ചു വാരി വെച്ചതിന് ശേഷം ഒന്ന് തുടക്കാന്ന് വിചാരിച്ച്. താഴെയെല്ലാം ഫുള്ള് എല്ലാ റൂം അടിച്ചു വാരി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ മുകളിലാണ്. ഭാവിയായപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ബെഡ് വാങ്ങിനായിരുന്നു. പിന്നെ മുകളില് പിന്നെ കട്ടില് എല്ലാവർക്കും കിടക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് വേറെ വെക്കാൻ അവിടെ പ്ലേസ് ഇല്ല. അപ്പോൾ കട്ടിലിന്റെ അടിയിലേക്കാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ മൊത്തത്തില് പിന്നെ എല്ലാം കൂടി ഇപ്പോൾ ആള് കൂടുമ്പോൾ സാധനങ്ങൾ ഒരുപാടാകുമ്പോൾ അങ്ങനെയെല്ലാം പിന്നെ എവിടെയെങ്കിലും ഉള്ള സ്ഥലത്ത് അങ്ങ് കയറ്റി വെക്കൽ തന്നെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ വാഷ് ബേസിനാണ്. അപ്പോൾ അത് പിന്നെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകി. പിന്നെ വാഷ് ബേസിൻ ഉണ്ടാവില്ല നമ്മുടെ കിച്ചണിലായാലും പിന്നെ സെൻട്രലിലൊക്കെ ആയാലും. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് തുടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായാലും അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആവും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ കണ്ണാടി നോക്കിയത്. മിറർ നന്നായിട്ട് പിന്നെ പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതും ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. പിന്നെ അവിടെ ഫുള്ളായിട്ട് ഒരു മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കിച്ചൂട്ടൻ TV ആണെന്നുണ്ട്. മോളിൽ പോകാൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ഒപ്പിക്കണം എനിക്ക്. അതിനിടയിൽ വാവേനെ കുളിപ്പിക്കും, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിന് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു, എന്നിട്ട് ഉറങ്ങിയതാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സൗണ്ട് കേട്ടിട്ടൊന്നും അറിയില്ല, ഓൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നല്ല ഉറക്കമാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടൊന്ന് അവൾ ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ പിന്നെ കളി തന്നെ ആയിരിക്കും. ഞാൻ പിന്നെ ഉറക്കമുണ്ടോ നോക്കി. അപ്പോൾ അവൾക്ക് നല്ല ഉറക്കമുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഉച്ചക്ക് ആവുന്നതിന് മുന്നേ ഒരു 11:30 ആകുമ്പോൾ നല്ല ഉറങ്ങും. പിന്നെ അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ കളിയും എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഒക്കെ തിന്നാനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഓള് നല്ല ഉറങ്ങിക്കോളും. അപ്പൊ ഇപ്പൊ ഉറക്കുണ്ട്. അപ്പൊ അതാണ് പിന്നെ എനിക്ക് ഉറക്കില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. കാരണം എനിക്ക് എന്റെ ബാക്കി പണി തീർക്കണം. നമ്മൾ ഒരു ദിവസം വിചാരിച്ച ആ ദിവസം തന്നെ തീർത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ പിന്നെ നെക്സ്റ്റ് ഒരു ക്ലീൻ ആക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കല്. അപ്പൊ ആ പാത്രം അപ്പപ്പാട് നമ്മൾ മാറ്റണം. ബ്രെഡെല്ലാം ഡേറ്റ് എല്ലാം കഴിഞ്ഞ് അത് പിന്നെ ഞാൻ പിന്നെ എടുത്ത് മാറ്റാൻ വിട്ടുപോയി. പിന്നെ ആ ഒരു ബോക്സിലുള്ള ഒരു ഉണക്കമുന്തിരി കാലങ്ങളായിട്ടുണ്ട്. അത് ഞാൻ എനക്ക് തിന്നാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നതാ. ബ്ലഡ് എപ്പം കുറയുന്നുണ്ട്. ഞാനെടുത്ത് തിന്നൊന്നും ചെയ്യില്ല. പിന്നെ ഏട്ടൻ്റെ അടുത്ത് എനിക്ക് എപ്പം ചീത്ത കിട്ടും ഈ സാധനം. അപ്പൊ ഞാനത് ഒളിപ്പിച്ച് വെക്കും. എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് ഇങ്ങനത്തെ തിന്നാൻ ഇഷ്ടമല്ല. നല്ല സാധനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാനിത് എപ്പം തട്ടിക്കൊടുഞ്ഞ് അവിടെ വൃത്തിയാക്കി വെക്കും.
നമ്മൾ ഈ നല്ല ഗ്ലാസിന്റെ പാത്രമെല്ലാം നമ്മൾ തട്ടിക്കൊടഞ്ഞ് പൊടിയെല്ലാം തട്ടി വൃത്തിയാക്കി വെക്കുന്നില്ല, അതുപോലെ എല്ലാവരുടെയും ഈ മുന്തിരി ഇട്ട് വെക്കുന്ന പാത്രം തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കും. പക്ഷെ എന്നാൽ എന്റെ മോനെ കണക്ക് തിന്നാൻ എടുത്തു കൊടുത്തൂടെ, ഞാൻ മറന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ പൊട്ടത്തരം. ഞാൻ എന്റെ മോനെ എടുത്തു കൊടുക്കാനും മറന്നു പോകും. എന്നറിയില്ല, എനിക്ക് ആ ഒരു പാത്രത്തിലേക്ക് എന്റെ ശ്രദ്ധ പോകില്ല. പക്ഷെ അത് വല്ല ബേക്കറി, വല്ല മിച്ചറോ വല്ല പിന്നെ ചിപ്സോ ബേക്കറി എന്തെങ്കിലും ആണെങ്കിൽ വേഗം പോയിട്ട് എടുത്ത് തിന്നു. അങ്ങനെ തന്നെയാണ് എന്റെ ഏട്ടടുത്ത്. നമുക്ക് എപ്പോൾ ചീത്ത കിട്ടാനേ നേരുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എങ്ങനെ മേശപ്പുറത്ത് ബാക്കിയെല്ലാം എടുത്തു വെച്ചാൽ കിച്ചൂട്ടന്റെ വണ്ടി ആടെ ഓനെടുത്ത് കൊണ്ടുവെക്കും കേട്ടാ. എത്ര വണ്ടി ആടെ നിരത്തി വെക്കുന്നറിയാ. പിന്നെ എനിക്ക് ദേഷ്യം പറ്റി ഞാൻ അതെല്ലാം എടുത്തിട്ട് മാറ്റും. ഇപ്പൊ ഏകദേശം ഒരുവിധം വൃത്തിയായിട്ടുണ്ട് തോന്നുന്നല്ലേ. പിന്നെ ലാസ്റ്റ് പരിപാടിയായേ ഈ തുടക്കലോട് കൂടി കഴിഞ്ഞാൽ പിന്നെ കലാശക്കൊട്ടായിട്ടാ. കാരണം അധിക നേരം ഇനി ഓൾ ഉറങ്ങുകയൊന്നും ചെയ്യും. പിന്നെ അമ്മ മറ്റേ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മേന്റെ അടുത്തും കൊടുക്കാൻ കഴിയില്ല. ലാസ്റ്റ് പക്ഷെ അമ്മ എടുക്കേണ്ടി വന്നിട്ടാ. കാരണം തുടച്ച് എല്ലാം മുകളിലും താഴെല്ലാം തുടക്കുമ്പോഴത്തേക്കോളം എണീറ്റിനി. പിന്നെ പുറത്ത് എല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞ് എല്ലാം ആകുമ്പോഴത്തേക്കും ഓൾ എണീറ്റ്. പിന്നെ എനക്ക് കുളിക്കാണ്ടൊന്നും ഓൾ എടുക്കാൻ കഴിയില്ലല്ലോ. കുളിച്ച് വേർപ്പോട് കൂടി ആയിരിക്കും. പിന്നെ കിച്ചൂട്ടനെ കുളിക്കാൻ വിളിക്കണ്ടിക്ക് തന്നെ ടിവിന്റെ മുന്നിലാണെങ്കിൽ പിന്നെ ഓന് വരുവേയില്ല. അപ്പൊ ഓനെ കുളിക്കാനും വിളിച്ച് ഓനെ കുളിപ്പിക്കുകയും ചെയ്ത് വേണം എനക്കൊന്ന് കുളിക്കാൻ. അതും കൂടി കഴിഞ്ഞിട്ടേ ഓൾ എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സ്പീഡ് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഈ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഈ ക്ലീനിങ് എല്ലാം പരിപാടിയെല്ലാം ഇതന്നെ അവസ്ഥ. താഴത്തെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ മുകളിലാണ്. മുകളിൽ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഈ റൂമും പിന്നെ സെൻട്രൽ ഹാളും പിന്നെ സ്റ്റെപ്പ് അതാണ്. പിന്നെ ഈച്ചിന്റെ റൂം അവിടെ പിന്നെ അതിപ്പോ ക്ലോസ്ഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അവര് വരുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ക്ലീനിങ് ആക്കലുള്ളൂ. അപ്പൊ പിന്നെ ഇതെന്താ ഞാൻ അറിയാം, കാലിനെ കൊണ്ട് വെച്ച് കഴുകുന്ന അതെന്റെ സൈക്കോ ഭർത്താവിന്റെ പണിയാ. നമ്മൾ കൊതുകിനെല്ലാം കൊന്നിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കൊല്ലുന്ന അതവിടെ തീർത്തില്ലേ. ഇതല്ല, എന്റെ കിട്ടുന്ന എന്താ എടുക്കുമെന്ന് വെച്ചാൽ കൊതുകിനെ മയക്കി കിടത്തി കൊതുകിന് ആദ്യം ചെറിയൊരു ഡോസ് കൊടുക്കും. തലക്കെട്ടിട്ടോ മറ്റേ എന്തെങ്കിലും അതിനെ കൊന്നിട്ട് അതും പോരാ, അതിനോടുള്ള ദേഷ്യത്തിന് അതിനെ താഴിലിട്ടിട്ട് ചവിട്ടി അരച്ചു കൊല്ലും. അങ്ങനത്തെ ഒരു ക്രൂരനായ ഭർത്താവ് അതൊക്കെയുള്ളത്. എന്റെ വലിയ ഇറക്ക് ചിരി വരിച്ച ചില സമയത്ത് കണ്ടിട്ട്. അതിനിങ്ങനെ ചെറിയൊരു തട്ടെല്ലാം കൊടുത്തിട്ട് അതിനൊന്ന് മയക്കിയ പോലെ ആക്കും. എന്നിട്ട് താഴിൽ ഇട്ടിട്ട് കാലിനെ കൊണ്ട് വരച്ചിട്ട് ആടെ പിന്നെ നിലത്ത് ബ്ലഡ് ആക്കി വെക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യനാ. ഞാൻ പറയും ഇനിയിപ്പൊ അത് തുടക്കുമ്പോഴല്ലേ എനിക്ക് ഈ ബ്ലഡ് കളയലാന്ന് പണി. ഞാൻ പറഞ്ഞു നിങ്ങളെനക്ക് ക്ലീനിങ്ങോ ചെയ്തിരുന്നില്ല, ഇങ്ങനത്തെ ദ്രോഹം ചെയ്യില്ല എന്ന് പറയും. ഏട്ടൻ പറയും കടിച്ചിട്ട് ഞാൻ വേദനിപ്പിച്ചിട്ട് ഞാൻ ഇതിനെങ്ങനെയെങ്കിലും ചെയ്യേണ്ടതെന്നെല്ലാം പറയും. എന്തെങ്കിലും ആവട്ടെ. പിന്നെ അങ്ങനെ ഞാൻ വിചാരിക്കും. പിന്നെ നമ്മൾ തുടച്ച് എല്ലാം പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇനി കുളിയാണ്. അപ്പൊ വേഗം കുളി പരിപാടി നടത്തിയാല് പിന്നെ വാവേനെ എടുക്കണ്ടല്ലേ. പിന്നെ അവൾക്ക് പാൽ കൊടുക്കണം. അതുകൊണ്ട് ഓളധികം കരയിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് വേഗം പിന്നെ കുളീന്റെ പരിപാടിയിലേക്കെല്ലാം പോയി. ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞു. ഈ ചിരിച്ചു പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് കുളിച്ചിട്ട് കിട്ടുന്ന ഒരു സംതൃപ്തി എനിക്ക് ഭയങ്കര എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്. ടാറ്റാ.